ഋഷി പലരുടെയും വാക്ക് കേൾക്കില്ല. കുറച്ച് ദിവസമായിട്ട് പവർ ടീമിനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തീരുമാനം എടുത്തു. 6 പേരുടെ പവർ ടീമിനെ പ്രഖ്യാപിച്ചു. ബിഗ് ബോസിനോട് ആദ്യമേ തന്നെ ചോദിക്കുന്നുണ്ട് ഋഷി, ബിഗ് ബോസ് 6 പേരുടെ പവർ ടീമിനെ പ്രഖ്യാപിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് ഒരക്ഷരം മിണ്ടില്ല. അതാണ് ബിഗ് ബോസിൻ്റെ ഒരു കളി. മിണ്ടാതിരുന്നതിന് ശേഷം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പവർ ടീം നമ്മുടെ അൻഫിബ, നോറ, റെസ്പിൻ, അഭിഷേക് എന്നിവരെ പ്രഖ്യാപിച്ചു. അതിനുശേഷം 2 പേരെയും കൂടെ പ്രഖ്യാപിച്ചു, സായി, നന്ദന. സത്യം പറഞ്ഞാൽ അവർ 2 പേരും പ്രതീക്ഷിച്ചില്ല സായി നന്ദനയും പവർ ടീമിലേക്ക് വരുമെന്ന്. അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ കളി. ബിഗ് ബോസ് പറയുന്നു, ഋഷി ആൾക്കാരുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് 6 പേരുടെ എണ്ണം കൂടുതലാണ്, പരമാവധി 4 പേര് മതി എന്ന്. അപ്പം ഋഷി ആകെപ്പാടെ കിളി പോയ അവസ്ഥയിലായി. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അങ്ങനെ സായി നന്ദനയും സ്വയമേവ തന്നെ പിന്മാറി. അങ്ങനെ പുതിയ പവർ ടീം അഭിഷേക്, നോറ, അൻഫിബ, റസ്മിൻ എന്നിവരായി മാറി. പിന്നെ ടീമിനെ പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഏതായാലും ഋഷിക്കിട്ട് ആദ്യത്തെ ഒരു പണിയാണ് കിട്ടിയത്. ഋഷി പലരുടെയും വാക്കുകളൊക്കെ കേട്ടാണ് ഈ ടീം പ്രഖ്യാപനമായിട്ട് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് അൻഫിബയാണ് ഋഷിയെ നിയന്ത്രിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഋഷി പവർ ടീമിനെ പ്രഖ്യാപിച്ചു. പക്ഷേ ബിഗ് ബോസ് ഇടവിട്ട് ആ 2 പേരെ പിൻവലിക്കേണ്ടി വന്ന ഋഷി ആകെപ്പാടെ കിളി പോയ അവസ്ഥയിലാണ്.